പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ കർത്താവ് അനുവദിച്ച ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 തിമോഥെയോസ് 1:12 വാക്യം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? ആരിലാണ് തൻ്റെ ആശ്രയം വെച്ചിരിക്കുന്നത്? താൻ ചെയ്യുന്നതൊക്കെയും എന്ത് ഉറപ്പിലാണ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്. അതായത് അതിന് മുൻപായിട്ട് പറയുന്ന 11 വാക്യം ഇങ്ങനെ പറയുന്നു: ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ നിയമനത്തെക്കുറിച്ചറിയാം, തൻ്റെ വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുമൊക്കെ പൗലോസ് അപ്പോസ്തലനറിയാം. അത് നിമിത്തം തന്നെ ഞാൻ ഇവയൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ലജ്ജിക്കാതിരിക്കാൻ കാരണം എന്താണ്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എന്താണ് ഉപനിധി എന്നിവിടെ പറയുന്നത്? അതായത് ഞാൻ ദൈവത്തിൽ വെച്ചിരിക്കുന്ന ആശ്രയം, വാട്ട് ഐ ഹാവ് എൻട്രസ്റ്റഡ് ഇൻ ഹിം, അത് അവൻ അന്ത്യത്തോളം നിവർത്തിക്കുമെന്നാണ് പറയുന്നത്. ആ ഉപനിധി ആ ദിവസം വരെ, അവസാന നാളോളം, പ്രതിഫലം ലഭിക്കുന്ന ദിവസത്തോളം സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. കർത്താവിലുള്ള ആ വലിയ വിശ്വാസത്തെയാണ് ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിശ്വാസം, അതായത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കുള്ള ഉറപ്പ് എന്താണ്? നമ്മൾ അപ്പോസ്തലൻ പലപ്പോഴും അതിനെക്കുറിച്ച് നമ്മോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ 2 കൊരിന്ത്യർ 13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അതായത് examine yourself whether you are in faith. Do you still believe in him? Do you have faith in Jesus? Do you have faith in the word of God? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി അതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട്: നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? അതായത് ഞാൻ ഇംഗ്ലീഷ് ബുക്ക് നോക്കിയപ്പോൾ, ഡാബി വേർഷൻ നോക്കിയപ്പോൾ അതിനകത്ത് പറയുന്നത്, ഇഫ് യു ആർ നോട്ട് എ റിപ്രോബേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എതിർത്ത് നിൽക്കുന്നവരല്ല എങ്കിൽ, അതായത് ക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കുന്നവരല്ല എങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മുടെ ടെസ്റ്റ്. എന്നാൽ നമ്മൾ ശരിക്കുമുള്ള ടെസ്റ്റ്, അതായത് നമ്മളെ തന്നെ നാം വിശ്വാസത്തിലാണോ അല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസവീരന്മാരുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവർക്കുണ്ടായിരുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്. പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അത് നമുക്ക് മറ്റൊരിക്കൽ അതിനെക്കുറിച്ച് ധ്യാനിക്കാം. എന്നാൽ ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസവീരൻ ആരാണെന്ന് വെച്ചാൽ നോഹ. അതായത് വിശ്വാസിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ മനസ്സിലാക്കാനൊക്കും
എന്നൊക്കെ നമുക്ക് പരിശോധിച്ചറിയണമെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസ വീരന്മാരുടെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കണം. അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ എന്തായിരുന്നു, അവരുടെ വൈകാരികമായ കർത്താവിനോടുള്ള ബന്ധം എന്തായിരുന്നു, അല്ലെങ്കിൽ അവർ കർത്താവിൻ്റെ വാക്കുകളെ, അരുളപ്പാടിനെ എത്രമാത്രം അനുസരിച്ചു, ആ അനുസരണം അവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി എന്നൊക്കെ നാം പരിശോധിക്കുമ്പോഴാണ് അതായത് മാനദണ്ഡങ്ങൾ വെച്ച് നമ്മുടെ ജീവിതത്തെയും നമുക്ക് കുറച്ചൊക്കെ പരിശോധിക്കാനൊക്കും. എല്ലാവരും ഒരേ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഒരേ രീതിയൊന്നുമല്ല. അതുകൊണ്ടാണ് കുറച്ചൊക്കെ എന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. കാരണം കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ വരെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും കർത്താവിനെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല അവർക്ക്. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു അവരുടെ ഇടയിൽ. 11 പേരിയ്ക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അപ്പോസ്തലനായ തോമസ് അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ എൻ്റെ വിരലുകൾ കർത്താവിൻ്റെ ആണിപ്പാടുകളിൽ ഇടുകയും വിലാപ്പുറത്ത് എൻ്റെ കൈകൾ വെച്ചൊന്ന് പരിശോധിച്ചാൽ മാത്രമേ എനിക്ക് അത് വിശ്വസിക്കാനൊക്കുകയുള്ളൂ. വാസ്തവത്തിൽ അപ്പോസ്തലനായ തോമസിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ, മറ്റ് ശിഷ്യന്മാരുടെ മനസ്സിൽ. അതവർ പറയാൻ ധൈര്യപ്പെട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോഴേ കർത്താവ് എന്താ പറയുന്നത്? കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു നിർവചനമുണ്ടല്ലോ. ആ നിർവചനത്തിൽ എന്താ പറയുന്നത്? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശ, അല്ലെങ്കിൽ കാണാത്തതിനെക്കുറിച്ചുള്ള ഉറപ്പും ആശിക്കുന്നതിനെക്കുറിച്ചുള്ള നിശ്ചയവുമാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന്. അത് കണ്ടിട്ടില്ല എങ്കിലും വിശ്വസിക്കുക. എന്തുകൊണ്ട് വിശ്വസിക്കണം? അരുളപ്പാട് ലഭിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ വചനം അങ്ങനെ ഉള്ളതുകൊണ്ട് നാം വിശ്വസിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ശിഷ്യന്മാരുടെ കാര്യം പറയുകയാണെങ്കിലും കർത്താവ് എമ്മൗസിലേക്ക് പോകുന്ന ആ ശിഷ്യന്മാരോട് എന്താ പറയുന്നത്? അയ്യോ ബുദ്ധിഹീനരെ, വിശ്വസിക്കാത്തവരെയായി വിളിക്കുന്നത് ബുദ്ധിഹീനരെ എന്ന്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ പിന്നീട് പറയുന്നത് അവരെ വിളിക്കുന്നത്, അത് കഴിഞ്ഞേച്ച് വീണ്ടും കർത്താവ് അവർക്ക് പ്രത്യക്ഷനാകുമ്പോൾ അവർ പലരും വിചാരിക്കുന്നത് ഇത് ഭൂതമാണോ, ഇതെങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണാം 38-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്? ഞാൻ തന്നെ ആകുന്നുവെന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ട് നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് ഇങ്ങനെ മാംസവും അതൊന്നും ഇല്ലല്ലോ എന്നാ കർത്താവ് പറയുന്നത്. അപ്പോഴെന്തൊക്കെയാണ് ഈ മനുഷ്യരുടെ ഈ കൂടെ നടന്ന ശിഷ്യന്മാർ, എന്നും കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പിന്നീട് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കർത്താവ് അവർ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് അവർ തിരിച്ചു പോയി എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവർക്ക് വിശ്വാസമാകുന്നത്, പൂർണ്ണമായിട്ട് വിശ്വാസമാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച്
വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. അതായത് വിശ്വാസത്താലാണ് നോഹ എന്താണ് അതുവരെ കണ്ടിട്ടില്ലാത്തത്. ഇപ്പം നമ്മൾ ശിഷ്യന്മാരുടെ കാര്യം കണ്ടു, കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും അടയാളങ്ങൾ ചെയ്യുന്നതും ഒക്കെ കണ്ടവരാ. അതുപോലെ തന്നെ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേക്കുമെന്നുള്ളതിനും കർത്താവ് സൂചന കൊടുത്തതാ. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. എന്നാൽ നോഹ അരുളപ്പാട് ലഭിച്ചപ്പോൾ ഭയഭക്തി പൂണ്ടു, ദൈവത്തെ ഭയഭക്തിയോടെ ആദരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭയവുമുണ്ട്, ഭക്തിയുമുണ്ട്. ദ ഫിയർ ഓഫ് ദ ലോഡ്, ഭയം. ഭക്തി എന്ന് പറഞ്ഞാൽ ആ ഡിവോഷൻ, അതായത് ദൈവത്തോടുള്ള സ്നേഹം, അത് ദൈവത്തോടുള്ള ഭക്തി, ഗോഡ്ലിനെസ് ഉണ്ട്. എന്തുകൊണ്ട്? ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നിലുണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം നിർമ്മിച്ചു. അപ്പം തൻ്റെ വിശ്വാസം താൻ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക, ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇന്ന് ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് വചനത്തിൽ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോന്നായി നിറവേറുകയാണ്. അതിൻ്റെ കൾമിനേഷൻ, അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെ ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അല്പസമയം വച്ചിരിക്കുന്നു. അത് വരും നിശ്ചയം. എന്താണ് ദർശനം? പുതിയ നിയമസഭയുടെ ദർശനം എന്താണ്? ദ ബ്ലെസ്ഡ് ഹോപ്പ് എന്താണ്? അവൻ വരും, വാനമേഘങ്ങളിൽ വരും, നമ്മെ ചേർത്തുകൊള്ളും എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. അപ്പം കർത്താവ് വരുവോളം നാം എന്താണ് ചെയ്യേണ്ടത്? സമയത്തും അസമയത്തും എടുക്കപ്പെടുവാനായിട്ട് ഒരുങ്ങിയിരിക്കണം. അതായത് ആ പ്രത്യാശയോടെ ഇരിക്കുന്നതിനാണ്, വിശ്വാസത്തോടെ ഇരിക്കുന്നതിനാണ് ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോഹയുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉൽപ്രാപണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നു. നോഹയിലുണ്ടായിരുന്ന ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അല്ലെങ്കിൽ മനോഭാവം നമ്മളിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം നമുക്ക്. അപ്പോൾ നോഹയ്ക്ക് ഒരു സംശയവും ഉണ്ടായില്ല. കർത്താവ് അരുളി ചെയ്തെങ്കിൽ അത് അപ്രകാരം തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചു. അപ്പോൾ ആ ഉറപ്പോടെയാണ് നോഹ ഒരു തീരുമാനമെടുക്കുന്നത്. എന്താണ് തീരുമാനമെടുക്കുന്നത്? കർത്താവ് പറഞ്ഞതുപോലെ എനിക്ക് ആ പെട്ടകം പണിയണം. പെട്ടകം പണിഞ്ഞിട്ട് ബാക്കിയൊക്കെ കർത്താവ് പറഞ്ഞ പോലെ എനിക്ക് ചെയ്യണം. അതുപോലെ പെട്ടകം പണിയുന്നതും കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ 100-120 വർഷം എടുത്തു എന്നാണ് പറയുന്നത് ഈ പെട്ടകം പണിയാനും മഴ പെയ്യാനും ഒക്കെ. അപ്പോൾ ഇത്രയും വർഷം നോഹ എങ്ങനെ കാത്തിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം തന്നെ പറയുന്നത് നമ്മൾ കർത്താവ് വരുമെന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് പരിഹസിക്കുകയാണ്. കർത്താവ് വാനത്തിൽ വരും, കർത്താവ് വാനിൽ വരുമെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അപ്പോൾ വാനത്തിൽ വരുമെന്ന് പറയുമ്പം വാനിൽ വരുമെന്നൊക്കെ പരിഹാസം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പരിഹാസം അന്നും ഉണ്ടായിരുന്നു. അതായത് നോഹ കർത്താവിൻ്റെ ആ അരുളപ്പാട് ലഭിച്ചത് എന്താണ്? മഴ പെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യും, ഇവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പം നീ രക്ഷപ്പെടാനായിട്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടകം പണിയാൻ തുടങ്ങിയപ്പോൾ മുതൽ നമുക്കറിയാം, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അപ്പം കൂടെ ഉള്ളവരൊക്കെ ആരാ? സഹോദരങ്ങളൊക്കെ തന്നെയാണ്. ആദാമും അന്ന് ജീവിച്ചിരിപ്പുണ്ട്. വാസ്തവത്തിൽ നോഹ ജനിക്കുമ്പോഴും ആദാമ് ഉണ്ട്. അപ്പോൾ ആദാമിൻ്റെ മക്കൾ അനേകം പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആ നോഹ
പരിഹാസത്തിന് മറുപടി പറയേണ്ടത്. അവർ പരിഹസിക്കുക, നീ പെട്ടകം ഉണ്ടാക്കുന്നു എന്തിന്? അപ്പോൾ നോഹ പറഞ്ഞു കാണുന്നതേ മഴ പെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. അത് എന്തിനാ മഴ പെയ്യുന്നത്? ലോകം പാപത്തിലായിപ്പോയി, എല്ലാവരും പാപം ചെയ്യുന്നു, ദൈവത്തെ ആരും അറിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ന്യായവിധി ഉണ്ടാകാൻ പോകുന്നു. ആ വലിയ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ ഒരു പെട്ടകമുണ്ടാക്കാനും ഞാനും മക്കളും എൻ്റെ കുടുംബമൊക്കെ അതിൽ കയറി രക്ഷപ്പെടാനും പറയുന്നു. വലിയ പെട്ടകമാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്കും അതിനകത്ത് കയറാം എന്ന് തീർച്ചയായിട്ടും നോഹ പറഞ്ഞു കാണും. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത്, പാപത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു കാണും. കാരണം ഈ ലോകം വഷളായതുകൊണ്ടാണ് കർത്താവ് ദൈവം നമ്മെ ശിക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണേൽ, അല്ലെങ്കിൽ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണേൽ എന്തോ വേണം? നിങ്ങൾ പാപം ഉപേക്ഷിക്കണം. അത് തന്നെയുമല്ല, ഈ ആർക്കിൽ അത് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്ന് ആ പെട്ടകത്തിൽ കയറാം എന്നൊക്കെ പറഞ്ഞു കാണും. അപ്പം നോഹ തന്നെയൊന്നും ആയിരിക്കുകയല്ലോ ആ തടിയൊക്കെ കൊണ്ടുവന്നത്. നോഹയും 3 മക്കളും കൂടെ എന്തുമാത്രം കൊണ്ടുവരും. തീർച്ചയായിട്ടും മറ്റവരുടെ ഹെൽപ്പ് ചോദിച്ചു കാണും, പലരും ഹെൽപ്പ് ചെയ്തും കാണും. എന്നാലും അവർക്ക് ഈ പെട്ടകം ഉണ്ടാക്കുന്നതിലോ ഈ പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെടുമെന്നോ അവർക്ക് യാതൊരു വിശ്വാസവുമില്ലായിരുന്നു. അപ്പോഴേ പ്രത്യാശയെക്കുറിച്ച് 1 പത്രോസ് 3:15 പറയുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന്. അപ്പോൾ ഈ നോഹ ആരോടും വഴക്കൊന്നും ഇട്ടതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പം നമുക്ക് ചിന്തിക്കാം, തീർച്ചയായിട്ടും നോഹ തന്നോട് ന്യായം ചോദിക്കുന്ന ഓരോരുത്തരോടും ഭയഭക്തി പൂണ്ട് മറുപടി പറഞ്ഞു കാണും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അവരോട് വഴക്കിടാനാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അവരോട് ഈ പണിയുന്ന സമയത്തൊക്കെ അവരോട് നോഹ പറഞ്ഞു കാണും, ദേ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്, നിങ്ങളും വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ കൂടാം എന്നൊക്കെ പറഞ്ഞു കാണും. അതിനത്തെക്കുറിച്ച് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? പുരാതന ലോകത്തെയും ആദരിക്കാതെ, അതായത് 2 പത്രോസ് 2:5 പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ കർത്താവ് പാലിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ? ഭയഭക്തിയോടെ നോഹ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ആരുടെ ഇടയ്ക്കാണ് നീതിപ്രസംഗിയായ നോഹ സംസാരിച്ചത്? ഭക്തികെട്ടവരുടെ ഇടയിൽ. ഭക്തികെട്ടവരുടെ ഇടയിൽ എന്ന് വെച്ചാൽ ദൈവസ്നേഹമില്ലാത്തവരുടെ ഇടയിൽ, വഷളരായിട്ട് ജീവിക്കുന്നവരുടെ ഇടയിലാണ് നോഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. നോഹ ആര് ചോദിച്ചാലും പറയുമായിരുന്നു, ഇന്ന കാര്യത്തിനാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്, നിങ്ങൾക്കും എൻ്റെ കൂടെ കൂടി രക്ഷപ്പെടാം. കാരണം മൃഗങ്ങൾ വരെ കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും കയറാനായിട്ട് ഇതിനകത്ത് സ്ഥലമുണ്ട് എന്ന് നോഹ പറഞ്ഞു കാണും. അതുകൊണ്ടാണ് എബ്രായലേഖനം 11:7 നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. എന്താണ് അതുവരെ കാണാത്തത്? മഴ പെയ്യുമെന്നുള്ളത് ആയിട്ട്. എന്നിട്ടും പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. എങ്ങനെ ലോകത്തെ കുറ്റം വിധിച്ചത്? ലോകക്കാർക്ക് ആർക്കും രക്ഷപ്പെടാൻ ഒത്തില്ല, ഇവർ 8 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ നീതിക്ക്, വിശ്വാസത്താലുള്ള നീതിക്ക് അവൻ അവകാശിയായി തീർന്നു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നോഹയോട് കർത്താവ് ഇത്ര കരുതലോടുകൂടെ പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ നോഹയുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന വ്യത്യാസമാണ്. മറ്റവരെ പോലെ വഷളനായിരുന്നില്ല. ഇവിടെ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 6:8-9 പറയുന്നത്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു.
നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാലെന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പറയുകയാണ്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപയെന്ന് വെച്ചാൽ നോഹ ദൈവത്തെ ഭയമുള്ളവനായിരുന്നു, നീതിയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൃപ അവന് ലഭിക്കാനിടയായത്. യഹോവയുടെ കൃപ ലഭിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു എന്ന് നോഹയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. അത് തന്നെയുമല്ല, നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്നും കൂടെ ഇവിടെയുണ്ട്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് നോഹ. തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്നു. അപ്പം ദൈവം നോഹയോട് സംസാരിച്ചു. അന്നേരം എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ ഭക്തികെട്ടവരായിരുന്നു, അതായത് വഷളന്മാരായിരുന്നു. അപ്പം ദൈവം അവരെ നശിപ്പിക്കാനായിട്ട് നിശ്ചയിച്ചു. അപ്പം ഉൽപ്പത്തി പുസ്തകം 6:17-18 ഇങ്ങനെ വായിക്കുന്നു: ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വ ജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിലൊരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കേണം എന്ന് പറയുകയാണ്. അപ്പം നോഹയോടിപ്പോൾ ഇത് പറയുന്ന നേരത്തെ ജലപ്രളയം വരുമെന്ന് വെച്ചപ്പം എങ്ങനെയാണ് നോഹ വിശ്വസിക്കാനിടയായതെന്ന് നമ്മൾ ചോദിക്കും. കാരണം ഉൽപ്പത്തി പുസ്തകം 2:5-6 ഇപ്രകാരം പറയുന്നു: യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. അതുവരെ ലോകത്തിൽ മഴയുണ്ടായിരുന്നില്ല. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. നേരത്തെയുള്ള കാര്യമാണ് പറയുന്നത്. അത് തന്നെയുമല്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നുവെന്ന്. അപ്പം മഴ എന്നുള്ള കാര്യം അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം നോഹയോട് പറയുവാണ്, ഇവിടെ മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ, നീ ജീവനോടിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഒരു പെട്ടകം ഉണ്ടാക്കണം, അതിനകത്ത് നിനക്ക് രക്ഷപ്പെടാം. അപ്പോൾ എന്തോ പറയുന്നത്, സകല ജഡത്തിൻ്റെ അവസാനം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. കാരണം ഈ ഭക്തികെട്ട ജനത്തെ സഹിക്കാൻ വയ്യ കർത്താവിന്. അപ്പോൾ അവരെ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു, ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ഇത്രയും നീളം വേണം, ഇത്രയും വീതി വേണം, 3 തട്ടുകളായിട്ടാണ് അതുണ്ടാക്കേണ്ടത്. അകത്തും പുറത്തും കീല് തേക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം നല്ല സ്പെസിഫിക്കായിട്ട് ഓരോരോ കാര്യങ്ങളും ഈ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് നോഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പെട്ടകത്തിന് കിളിവാതിലുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് മേലിനൊരു മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴത്തെയും 2ാമത്തെയും 3ാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ എന്താ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസാണ് പറഞ്ഞു വിടുന്നത്. എന്നാൽ പിന്നീട് എഴുതിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ 22ാമത്തെ വാക്യം, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്നാണ്. അങ്ങനെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. കർത്താവ് പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ തന്നെ അത് നിർമ്മിക്കാൻ ഇടയായി. അപ്പം എന്താണ്? പൂർണ്ണ അനുസരണം. അതാണ് നോഹയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ നോഹ ആരാണെന്ന് നമുക്കൊന്നറിയാം. ആഡമിൻ്റെ 6ാമത്തെ 7ാമത്തെ തലമുറയാണ്. അപ്പോൾ ആദം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഉൽപ്പത്തി പുസ്തകം 4:12 കയീൻ ചെയ്ത ആ ഒരു പാപം നിമിത്തം ഭൂമിക്ക് എന്ത് സംഭവിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല, നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകുമെന്ന് കയീനോട് പറയുകയാണ്. അപ്പോൾ ഭൂമിയിൽ
ആഗ്രഹിക്കുന്നത് പോലെ ഫലമുണ്ടാകാതെ ഭൂമി ശാപഗ്രസ്തമായി. അപ്പോൾ തലമുറകൾ ഇങ്ങനെ വരികയാണ്. അവർ ഭൂമിയിൽ ജോലി ചെയ്യുന്നു, ആഹാരത്തിനായിട്ട് ജോലി ചെയ്ത് അവർ ജീവിക്കുക. അപ്പോഴാണ് ലാമക്കിന് ഒരു മകനുണ്ടാകുന്നത്. പിന്നെ ഉണ്ടായപ്പോൾ ആ കുഞ്ഞിന് പേരിടുന്നത് എന്തുവാണ്? ആശ്വാസം അതായത് എന്ന അർത്ഥത്തിലാണ് നോഹ എന്ന് പേരിടുന്നത് തന്നെ. അത് നമ്മൾ ആ വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദൈവം ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ വിശുദ്ധീകരണം നടത്താനായിട്ട് ഒരാൾ വേണം. അപ്പോൾ ഈ ലാമക്കിൻ്റെ മകനായ നോഹയെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടാകുന്നത്, അതായത് നോഹയുടെ മേലുണ്ടാകുന്നത്. കാരണം നോഹ നീതിമാനായിരുന്നു. പിന്നീട് ഒരു പ്രധാന ജോലിയും നോഹയ്ക്ക് കൊടുത്തു, പ്രസംഗിക്കാനായിട്ട്. നമ്മൾ നേരത്തെ കണ്ടു, നീതി പ്രസംഗിയായ നോഹ. തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ നോഹ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനിടയായത്. അപ്പോൾ നീതി പ്രസംഗിയായ നോഹ എന്നാണ് നോഹയെ വിളിക്കുന്നത്. അപ്പോൾ കർത്താവ് ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് നോഹ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ നോഹ നീതിമാനായിരുന്നു, യഹോവയുടെ കൃപയും ലഭിച്ചു. കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് നാം ഇന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു അനുഭവമാണ് നോഹയുടെ ജീവിതത്തിലും ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നോഹയുടെ സമയം പോലെയുള്ള അവസ്ഥയാണ് ഇന്നും എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ നോഹയുടെ കാലം പോലെ തന്നെ വിൽക്കുകയും വാങ്ങുകയും വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കപ്പെടുകയും ഒക്കെ ചെയ്യും. അതായത് അന്നത്തെ പോലെയുള്ള ഒരു കാലമാണ് ഈ അവസാന കാലമെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കാര്യമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം നോഹയുടെ വിശ്വാസം അവൻ്റെ ചിന്തകളെ ഭരിച്ചു. അവൻ കർത്താവിനോട് ഭയഭക്തിയുള്ളവനായി കർത്താവ് പറഞ്ഞതെല്ലാം അതുപോലെ ചെയ്തുവെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരാദ്യത്തെ സുവിശേഷകനായിട്ടാണ് നോഹയെ നാം കാണുന്നത്. അപ്പോൾ കാണാത്തതിനെക്കുറിച്ചാണ് അരുളപ്പാടുണ്ടായത്. എന്നിട്ടും അത് വിശ്വസിച്ചു. അതിനെ ചോദ്യം ചെയ്യാനൊന്നും നോഹ ഒരുങ്ങിയില്ല. നോഹ തൻ്റെ വിശ്വാസം പ്രവൃത്തിയായി മാറ്റി. എങ്ങനെയാണ് പ്രവൃത്തിയായി മാറ്റിയത്? വെറുതെ കയ്യും കെട്ടി ഇരുന്നില്ല, കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. അപ്പം വിശ്വാസം പ്രവൃത്തിയായി മാറുകയാണ്. അല്ലാതെ പ്രവൃത്തി ചെയ്തിട്ട് വിശ്വാസത്തിലേക്കോ രക്ഷയിലേക്കോ വരികയല്ല. ആദ്യം വിശ്വസിച്ചു. ഇന്ന് കൃപായുഗത്തിൽ പറയുന്നത് പോലെ തന്നെ കൃപയുടെ ഒരു സന്ദേശമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. കൃപ ലഭിച്ചു. കൃപ ലഭിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ കൃപയിൽ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ടുള്ള കൃപ ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് എഫേസ്യ ലേഖനം 2:8 പറയുന്നത് വിശ്വാസവും എങ്ങനെയാണ്? കൃപയാലാണ് ലഭിക്കുന്നത്. നോഹയ്ക്ക് കൃപ ലഭിച്ചത് കൊണ്ടാണ് ആ വിശ്വാസമുണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും ഇതിൻ്റെ വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നെങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. അതായത് സംഗതികളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി, എന്നാൽ അതിനനുസരിച്ച് ആ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. അതായത് നാം രക്ഷയിൽ വന്നവരാണ്, എന്നാൽ അത് പ്രവൃത്തിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായിട്ട് തീർന്നു. ആ കർത്താവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഏവരും കൃപ ലഭിച്ചവരാ.
കൃപ ലഭിച്ചത് കൊണ്ടാണ്. കൃപ എങ്ങനെയാണ് വന്നത്? കർത്താവിന് കൃപ തോന്നി തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തരുവാൻ ആ കൃപ, ആ ദയ നമ്മോട് കാണിച്ചപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നാം വിശ്വസിക്കണം അതിൽ. അതാണ് നമ്മുടെ പ്രവൃത്തി ഇവിടെ. നാം കർത്താവിൽ വിശ്വസിക്കണം. ഇന്ന് നോഹയുടെ കാര്യം പറയുകയാണെങ്കിൽ കർത്താവ് അവരെ വിളിക്കുകയാണ്, കം ഗെറ്റ് ഇൻ എന്ന്. ആർക്കിൽ നിന്നുകൊണ്ടും പെട്ടകത്തിൽ നിന്നുകൊണ്ടും കർത്താവ് വിളിക്കുകയാണ്, വരുവിൻ, നിങ്ങൾ കയറി വാ എന്ന് പറയുന്നു. അപ്പം നമുക്ക് യേശു കർത്താവിനെ പെട്ടകമായിട്ട് മനസ്സിലാക്കാം ഇപ്പോൾ. അതായത് നാം ക്രിസ്തുവിലായിത്തീരുകയാണ്. നാം എല്ലാവരും കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൽ ആയിത്തീരുന്നു. ക്രിസ്തുവിലായിത്തീരുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് നാം കയറുകയാണ്. അതായത് ക്രിസ്തുവിലായിത്തീരുകയാണ്. ക്രിസ്തുവിലായിത്തീർന്നാൽ നമ്മുടെ ജീവിതം മാറുന്നു. നമുക്ക് പല വ്യത്യാസങ്ങളും ഉണ്ടാകുന്നു. നാം ആത്മാവിനെ അനുസരിക്കുന്നവരായിട്ട് തീരുന്നു. ജഡമോഹങ്ങളെ അല്ല അനുസരിക്കുന്നത്, നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു. എങ്കിലും മനുഷ്യരായതുകൊണ്ട് ജഡമോഹങ്ങളെ ചിലപ്പോഴൊക്കെ നമ്മൾ അനുസരിക്കുന്നെങ്കിലും ആത്മാവ് നമ്മോട് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തി നാം വീണ്ടും കർത്താവിലേക്ക് അനുതാപത്തോടുകൂടെ കടന്നു ചെല്ലുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ മെസ്സേജിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണല്ലേ. അപ്പോൾ നമ്മളിന്ന് കർത്താവിലായിരിക്കുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യണം? ആ കർത്താവിലായിരിക്കുന്ന നാം നമുക്ക് കിട്ടിയ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. എങ്ങനെ? നോഹ പറഞ്ഞതുപോലെ തന്നെ നാം മറ്റുള്ളവരോട് ഈ രക്ഷയുടെ സുവിശേഷത്തെ അറിയിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. ഇപ്പം നോഹ കണ്ടിന്യൂസ് ആയിട്ട് 100-120 വർഷം ആ പ്രസംഗം ചെയ്തു. ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ? അത് കർത്താവ് നോക്കിക്കോളും. കാരണം പിന്നീട് കർത്താവ് അവരുടെ അടുത്ത് പോയി എന്നൊക്കെ നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭയഭക്തി പൂണ്ട് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോഹ പ്രസംഗിച്ചതുപോലെ മറ്റുള്ളവർ പരിഹസിച്ചാലും നമ്മളങ്ങ് പ്രസംഗിക്കണം. കാരണം എന്താ എഴുതി വച്ചിരിക്കുന്നത്? പ്രസംഗിച്ചില്ലേ ആര് കേൾക്കും? ഇതിവിടെ എഴുതിയേക്കുന്നത് റോമാലേഖനം 10:14-15 വാക്യങ്ങൾ പറയുന്നത്, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ആദ്യം നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ കർത്താവിനെക്കുറിച്ച് പറയുവാൻ നമുക്കൊരു ഉത്സാഹമുണ്ടാകും. അപ്പം ഇതുപോലെ പറയുന്നത്, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവരുണ്ട്, അവരും കേൾക്കണമല്ലോ. കേട്ടാലല്ലേ അവർ വിശ്വസിക്കാനൊക്കത്തുള്ളൂ. അപ്പോഴേ അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അവരെ കേൾപ്പിക്കുന്ന ജോലി നമ്മുടെയാണ്. അതിനകത്ത് അതുകൊണ്ടാണ് അടുത്ത വാക്യം എഴുതിയേക്കുന്നത്, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ ആരും അയക്കുക എന്ന് വെച്ചാൽ നമ്മൾ അതൊക്കെ വലിയ സുവിശേഷകരൊക്കെ അവരെ അപ്പോസ്തലനെന്ന് പറഞ്ഞാൽ തന്നെ അയക്കപ്പെട്ടവനെന്ന്. അപ്പോൾ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ നമ്മൾ അയക്കണം, നാം തന്നെ ചെയ്യണം. അതുപോലെ എഴുതിയിരിക്കുന്നത്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നന്മ സുവിശേഷിക്കുക. എന്താണ് നന്മ? ക്രിസ്തുവിലുള്ള നന്മ, ക്രിസ്തുവിലുള്ള രക്ഷ. ഇതാണ് നന്മയെന്ന് പറയുന്നത്. അപ്പോൾ ആ നന്മയിൽ ആളുകൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ അവരും കേൾക്കും. അതായത് വിശ്വാസം കേൾവിയാൽ വരുന്നു. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. അപ്പോൾ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ നമ്മെ തന്നെ ശോധന ചെയ്യുക. നാം വിശ്വസിക്കുന്നോ, നാം വിശ്വാസത്തിൽ തന്നെ ആണോ എന്നുള്ളതിന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. ശോധന ചെയ്തിട്ട്
കർത്താവിൻ്റെ അരുളപ്പാടുകൾ എവിടെ തന്നിട്ടുണ്ട്? നോഹയ്ക്ക് അരുളപ്പാട് ലഭിച്ചു. ഇന്ന് നമുക്ക് അരുളപ്പാട് ലഭിക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്ന്, ബൈബിളിൽ കൂടെയാണ് നമുക്ക് അരുളപ്പാട് തന്നേക്കുന്നത്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. നമ്മളത് വായിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണ് ഇനി വരാൻ പോകുന്നത്? ലോക സംഭവങ്ങൾ ഇന്ന് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത് 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതി കെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. എന്നാൽ അതിന് മുൻപായിട്ട് സഭയ്ക്കൊരു രക്ഷയുണ്ട്. അത് ആദ്യ ഭാഗം വിളിക്കുന്ന പരീക്ഷയിൽ നിന്ന് വിടുവിക്കുമെന്ന്. പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ ഒരു സമയമുണ്ട്, അതിപ്പോഴാണ്. അപ്പോൾ പരീക്ഷ വരാനിരിക്കുക. ഏതാ? 7 വർഷത്തെ മഹോപദ്രവ കാലം. അതിനു മുൻപായിട്ട് സഭ ഇവിടെ നിന്നും എടുക്കപ്പെടും. അപ്പോൾ ആ സഭയുടെ എടുക്കപ്പെടലിൽ നാം സഭയുടെ ഭാഗമായിരിക്കുന്നത് എങ്ങനെയാണ്? വചനമനുസരിച്ച് പ്രത്യാശയിൽ ജീവിക്കുന്നത്. പ്രത്യാശയാണ്. ആത്മാവിൻ്റെ പുതുക്കത്തിൽ ജീവിക്കണം. അതുകൊണ്ടാണ് കർത്താവ് വരുമെന്നുള്ള ഉറപ്പ് പൗലോസ് അപ്പോസ്തലൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കരുടെ ലേഖനം വായിക്കുവാണെങ്കിൽ നാം പലയിടങ്ങളിൽ കാണുന്നുണ്ട്, യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും എന്നൊരു വാക്ക് പറയുന്നുണ്ട്. തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും എന്നവിടെ എഴുതിയിരിക്കുന്നു. 9-10 വാക്യങ്ങളാണ് 1-ൻ്റെ. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 4-16 വാക്യം: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോഹയ്ക്ക് അരുളപ്പാടുണ്ടായി, നീ ഇന്നത് ചെയ്യണം. നോഹ അത് ചെയ്തു. നോഹ രക്ഷപ്പെട്ടു. ഇനി നമ്മുടെ സമയമായി ഇപ്പോഴ്. അപ്പോൾ ഇവിടെ എന്താണ്? വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, അരുളപ്പാട് തന്നിട്ടുണ്ട്, ദർശനങ്ങൾ തന്നിട്ടുണ്ട്, ലോക സംഭവങ്ങൾ ആ ഒരു റാപ്ചറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയമാണെന്ന് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരെ കർത്താവ് ചേർത്തുകൊള്ളും. അതിനായിട്ട് നാം ഒരുങ്ങണം. അതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം ജീവിക്കുക. ഇതാണ് നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യാശയിൽ നാം ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നാം ക്രിസ്തുവിനുള്ളവർ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ കർത്താവ് ആ ഉപനിധി കാത്തുകൊള്ളും. ഞാൻ കർത്താവിൽ വെച്ചിരിക്കുന്ന ആശ്രയത്തെ, കർത്താവിൽ വെച്ചിരിക്കുന്ന ആ ട്രസ്റ്റ്, അതിനെ കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.